എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തി രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നു. വന്ന വരവിൽ മുത്തശ്ശിയുടെ റൂമിൽ വന്ന് തട്ടുവാണ്. വാതിൽ തുറക്കുന്ന അലീനെ. അന്നേരം ഇത്രയും നേരം നീ എന്നെ എടുക്കുമായിരുന്നു, പോകാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ മുത്തശ്ശി എഴുന്നേറ്റിരിക്കുകയാണല്ലോ. അന്നേരം ചോദിക്കും, അമ്മ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പം 4 മണി തൊട്ട് ഈ പെങ്കൊച്ച് എഴുന്നേറ്റ് ഓരോ പണികളായിരുന്നു, അതുകൊണ്ട് എഴുന്നേറ്റതായെന്ന് പറയുമ്പോൾ ഇവൾക്ക് എന്ത് പണിയാണ് ഇവിടെ ഉള്ളത് എന്നിങ്ങനെ പുച്ഛിച്ച് ചോദിക്കുക കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അടുക്കളയിലെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു, അതുപോലെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും റെഡിയാക്കിയിട്ടുണ്ട്, ഇനി അടുക്കളയിൽ പണികളൊന്നുമില്ല, അതുപോലെ മുഷിഞ്ഞ് കിടന്ന തുണികളെല്ലാം കഴുകി മുകളിൽ കൊണ്ട് വിരിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പം ഇതൊക്കെ ചെയ്യാൻ നിന്നോടാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞായിരുന്നോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് ഇറങ്ങി തന്നാൽ മതി എന്ന് പറയുവാണേ. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് ഇനി താമസമൊന്നുമില്ല, ഞാൻ ഇറങ്ങുവാണ്, ബാഗ് എടുത്താൽ മതി എന്ന് പറയും. ബാഗ് എടുത്തിട്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയി ഇങ്ങനെ യാത്ര ചോദിക്കുക. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, യാത്ര പറച്ചിലൊന്നും ഇതുവരെ കഴിഞ്ഞില്ലായിരുന്നോ, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങുക എന്ന്. എന്തായാലും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അലീന മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിടുക്കിയായിട്ടിരിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പം മിടുക്കിയായിട്ടോ, സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറയുവാണ്. അന്നേരവും വൈജയന്തിക്ക് ധൃതിയാണേ, ഒന്നിങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ച് വാതിൽ തുറക്കുക. അന്തേക്കും അലീന മുത്തശ്ശിയോട് പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുന്നു. മുത്തശ്ശി ഭയങ്കര സങ്കടത്തിലാണ്, വിങ്ങിപ്പൊട്ടി കരയുന്നില്ലെന്നേ ഉള്ളൂ, അത്രത്തോളം സങ്കടമുണ്ട് മുത്തശ്ശിയുടെ മുഖത്ത്. ഏതായാലും പുറത്തേക്ക് ഇറങ്ങി നേരെ വന്ന് ഫ്രണ്ട് വാതിലായിട്ട് ഉരുട്ടിയിട്ട് പിടുത്തുവാണ്, പക്ഷെ തുറക്കുന്നില്ല. ആ വാതിൽ പൂട്ടിയിട്ട് വെക്കുക. അന്നേരം ദേഷ്യപ്പെട്ട അലീനോട് ചോദിക്കുവാണ്, ഞാൻ രാത്രിയിൽ ഈ വാതിൽ പൂട്ടിയിട്ട് താക്കോൽ ഇത്തേ തന്നെ വെച്ചിരുന്നു, അത് നീ എവിടെ എടുത്ത് വെച്ചത് എന്ന് അലീനോട് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ എടുത്തില്ല എന്ന്. അന്നേരം അവിടെയൊക്കെ തപ്പുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കും, അതിൻ്റെ സ്പെയർ കീ എന്തിയെന്ന്. അത് ബാലേന്ദ്രൻ്റെ കയ്യിലാണ് എന്ന് പറയും. അന്നൊരു സംശയം, ഇനി അലീന മാറ്റി വെച്ചതാണോ, നീ മാറ്റി വെച്ചതാണോടി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ മാറ്റി വെച്ചിട്ടൊന്നുമില്ല എന്ന് അലീന പറയുന്നു. നേരെ ബാക്ക് ഡോറിൻ്റെ അങ്ങോട്ട് പോകുന്നു. അത് പിടിച്ച് തുറക്കാൻ തുടങ്ങുമ്പം അതും തുറക്കുന്നില്ല. പിന്നെ ഉരുട്ടിയിട്ട് പിടിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതും ലോക്കാണ്, അതിൻ്റെ ആ ലോക്കിൽ ഇനിയും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോരും എന്ന് പറയുമ്പം അതെങ്ങനെയാണ് നിനക്കറിയാവുന്നത്, നീയാണോ ഇത് പൂട്ടിയത് എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഞാനല്ല, ഞാൻ എന്തിനാണ് ഇത് പൂട്ടുന്നത്, ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുന്ന ആളല്ലേ, ഇത് ഈ വീടിൻ്റെ താക്കോലുകൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, അല്ല നിനക്ക് ഇനി ഇവിടുന്ന് പോകാൻ കഴിയാലാഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, അതിന് ഞാനൊരു കൊച്ചു കുട്ടിയല്ല, അത്രയ്ക്ക് വിവരമില്ലേ എനിക്ക്, ഇവിടുത്തെ ഡോറ് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാലാകാലം ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, ഇതാരുടെ പണിയാണ് എന്നൊക്കെ എനിക്കറിയാം, ഇതിനെന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങുക. എന്നിട്ട് അലീനയോട് പറയും, ഇത് പൂട്ടിയത് ബാലേന്ദ്രനായിരിക്കും, നീ പോയി താക്കോല് മേടിച്ചുകൊണ്ട് വരാൻ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇനി ബാലേന്ദ്രൻ സാറിൻ്റെ മുന്നിലോട്ട് ചെല്ലത്തില്ല, ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറയും. അന്നേരം നീ തന്നെ പോയി മേടിച്ചുകൊണ്ട് പോകാൻ എന്ന് പറയുമ്പോൾ ഇല്ല മാഡം, ഞാൻ പോകില്ല, താക്കോൽ എടുത്തുകൊണ്ട് മാഡം തന്നെ വന്നാൽ മതി, ഞാനിവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് അലീന ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഈ സമയം മനുവിൻ്റെ വീട്ടിൽ മനു രാവിലെ പത്രമൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. മനുവും അതുപോലെ രാജീവനും ഒക്കെ നിന്ന് രാവിലത്തെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ടേക്ക് കമലയും വരുന്നുണ്ട്. ഈ സമയമാണ് കറക്റ്റ് ഇവിടുന്ന് വൈജയന്തിയുടെ കോള് വരുന്നത്. അപ്പോൾ ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും വൈജയന്തി ഇവിടുന്ന് വിളിച്ച് പറയുവാണ്, അതെ ഒരു ഗുഡ് മോർണിംഗ് പറയും. അന്നേരം വൈജയന്തി പറയും, ഇവിടെ അത്ര നല്ല ഗുഡ് മോർണിംഗ് ഒന്നും അല്ലയെന്ന്. അന്നേരം എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം അവൾ പോയില്ല എന്ന് പറയുവാണ്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, 12 മണി വരെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ, അവൾ പൊയ്ക്കോളും എന്ന്. അന്നേരം വൈജയന്തി പറയും, അവൾ പോകാൻ തയ്യാറാണ്, പക്ഷേ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ, വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ബാലേന്ദ്രൻ പൂട്ടിയിട്ടേക്കുവാണ് എന്ന് പറയും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, നീ പോയി ചോദിക്കാതെ എന്നിട്ട് അവളെ തുറന്ന് ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ താക്കോല് തരികയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അവളെ പറഞ്ഞു വിടുക എന്ന് പറയും. അവൾ പോകില്ലെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പം അവളോട് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറ നീ, എന്നിട്ടും ബാലേന്ദ്രൻ താക്കോല് തന്നില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, നീ വെച്ചേരെ, എന്നിട്ട് എന്നെ വിളിച്ച് പറ എന്ന് പറയുവാണ്. അങ്ങനെ ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് കഴിയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല മനുവിനോട്. അന്നേരം മനു അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ ഡോറ് പൂട്ടിയിട്ടേക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ തന്നെ ബാലേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ കളി കളിക്കും എന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അത് തുറന്നു കൊടുത്ത് അവളെ പുറത്തിറക്കി വിട്ടേ സാധിക്കുകയുള്ളൂ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ പോയി JCB കൊണ്ട് ആ വീടിടിച്ച് നിരത്തും എന്നൊക്കെ പറയുവാണ് രാജീവൻ. അന്നേരം മനു പറയുന്നുണ്ട്, അവിടുത്തെ പ്രശ്നമൊന്നും അലീനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തീരില്ല,
അലീനയല്ല ആ വീട്ടിലെ പ്രശ്നം, വേറെ എന്തോ ഒരു കാര്യം അടിത്തട്ടി കിടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്, അതാണ് ശരിയായ പ്രശ്നം എന്ന് പറയുമ്പം രാജീവൻ പറയുവാണ് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന്. അന്നേരം കമല അവിടെ നിന്ന് എരികേറ്റ് കൊടുക്കുക, ഇങ്ങനെ വിട്ടു കൊടുക്കരുത് രാജീവേ, തകർക്കണമെന്ന്. അന്നേരം മനു പറയും അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, തകർക്കാൻ നിൽക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് തുള്ളിച്ചാടി പോകും കമല. അന്നേരവും മനു പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി ഒന്ന് സംസാരിക്കാമെന്ന്. അന്നേരം രാജീവൻ പറയും നീ സംസാരിക്കുമെന്നും വേണ്ട, നീ ഇത്രയും കാലം സംസാരിച്ചതല്ലേ, എന്നിട്ട് ഫലമൊന്നും ഉണ്ടായില്ലല്ലോ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുവാണ് രാജീവൻ. ഈ സമയം ഇവിടെ വൈജയന്തി അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വന്ന് നിൽക്കുവാണോ, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുകയില്ല, നീ പോയി താക്കോൽ മേടിച്ചുകൊണ്ട് പോവാ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയും. അന്നേരം അലീന ആകുന്ന് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ല, ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ സാറ് തരികയില്ല, പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥ വരും, അതുകൊണ്ട് പോകില്ല എന്ന് പറയും. പക്ഷേ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടാൽ മതി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കയറ്റിവിടുവാണ് വൈജയന്തി അലീനെ. അലീന മടിച്ചാട്ടോ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നത്. അലീന രാവിലെ റൂമിൽ തട്ടുമ്പോഴേ കയറി പോരെ എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചില്ലല്ലോ, പിന്നെ എന്നാ രാവിലെ ഇങ്ങോട്ട് കയറി പോകുന്നത്, എനിക്കൊരു ചൂട് കാപ്പി കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട് സാർ എൻ്റെ ഇവിടുത്തെ പണി തീർന്നു, ഇനി എനിക്കിവിടെ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ല എന്ന്. അന്നേരം അതെങ്ങനെയാണ് അങ്ങനെ ശരിയാകുന്നത്, ഞാനല്ലേ അത് പറയേണ്ടത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു, സാറിൻ്റെ മക്കളടക്കം മുത്തശ്ശി അടക്കം എന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് മുത്തശ്ശി എന്ന് പറയുന്ന ആൾ ഇവിടെ താമസിക്കേണ്ട ആളല്ല, അവിടെ അങ്ങ് കടപ്പാട്ടൂരിൽ താമസിക്കേണ്ട ആളാണ്. അവിടെ കമലയിടത്തിയുടെ ചീത്തയും വഴക്കും ഒക്കെ കേട്ട് മടുത്തു എന്ന് പറഞ്ഞപ്പം എനിക്ക് സഹതാപം തോന്നി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചതാണ്, ആ സ്ത്രീ അല്ല ഇവിടുത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് ഇന്നലെ മാഡത്തിൻ്റെ ആങ്ങള വന്നായിരുന്നു, കട്ടായം പറഞ്ഞു എന്നോട് ഇവിടെ ഇനി നിൽക്കരുതെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലീനെ നീ ശരിക്കും ഒരു പൊട്ടിയാണോ, ഈ വീട് എൻ്റേതാണ്, ഞാൻ പണി കഴിപ്പിച്ച വീടും എൻ്റെ ഭാര്യയും മക്കളും ഞാൻ ചെലവിന് കൊടുക്കുന്ന ആൾക്കാരുമാണ് ഇവിടെ താമസിക്കുന്നത്, ഇവിടെ വന്ന് ഓർഡർ ഇടാൻ ആ പട്ടി ആരാണ് എന്നാണ് ബാലേന്ദ്രൻ ചോദിക്കുന്നത്. അന്നേരം അലീന പറയുന്നുണ്ട് സാറേ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഇടയിലുള്ള വൈരാഗ്യത്തിൻ്റെയും വടംവലിയുടെയും ഇടയ്ക്ക് എന്നെ ഇട്ട് ഞെരിക്കരുത്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് കൈ കൂപ്പി നിൽക്കുക കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇവിടുത്തെ എല്ലാവരെയും വേണ്ടാന്ന് വെച്ചോ, നിൻ്റെ അച്ഛനായിട്ടാണ് നീ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞു, എന്നെയും നീ വേണ്ടാന്ന് വെക്കുവാണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അതിനെ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ ഈ വീട് ശരിയാവുകയുള്ളൂ, ഞാൻ വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണം എന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും മനുവേട്ടനടക്കം പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇനി ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇനി സാധിക്കില്ല എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് മടുത്തോന്ന്. അന്നേരം പറയും എനിക്ക് ശരിക്കും മടുത്തു, എന്നെ ഇനി ഇതിൻ്റെ ഇടയ്ക്കിട്ട് ഞെരിക്കല്ലേ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞെരുങ്ങാൻ തയ്യാറായിട്ട് വന്നവളല്ലേ നീ, അപ്പം ഞെരുങ്ങിയേ പറ്റുള്ളൂ, രക്ഷപ്പെട്ട് ഓടാൻ സാധിക്കില്ല എന്ന്. അന്നേരമൊക്കെ അലീനയ്ക്ക് ചെറിയ സംശയം വരുന്നുണ്ട് ബാലേന്ദ്രൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം ശരിയാകും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം ഞാൻ പോയി നോക്കാം എങ്കിൽ അറിയാലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശരിയാകണം, എങ്കിൽ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കസേര ഇരിക്കുക. അന്നേരം അലീന പയ്യ അടുത്ത് ചെന്നിട്ട് പറയുവാണ് സാറേ ഡോറിൻ്റെ താക്കോല് കിട്ടിയില്ല, അത് കിട്ടിയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഞാനൊരു വെറുതെ ഒരു കുസൃതി കാണിച്ചതാണ്, നീ എന്നെ കാണാതെ ഇവിടുന്ന് ഒളിച്ചോടി പോകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകാൻ തക്ക തെറ്റുകളൊന്നും നീ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒരു കുസൃതി കാണിച്ചതാണ്, നീ ഈ താക്കോൽ എടുത്തോ എന്ന് പറഞ്ഞ് താക്കോൽ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ആ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കും. അന്നേരം അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ് പോകാൻ. അലീന അടുത്ത് വന്നിട്ട് പറയും എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന്. അന്നേരം തലയാട്ടും, ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ തലയാട്ടും. അലീന അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പം ബാലേന്ദ്രൻ ആ വോയിസ് റെക്കോർഡ് മൊത്തം ഉണ്ടായിരുന്നല്ലോ രേവതിക്കുട്ടിയെ ഫോൺ വിളിച്ചതിൻ്റെ ആ റെക്കോർഡ് മൊത്തം ഓരോന്നായിട്ട് ഓൺ ആക്കുവാണ്. അലീന അത് കേട്ടിങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ്, ആകെ ഞെട്ടി വിറച്ച് സങ്കടപ്പെട്ട് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീന താഴോട്ട് ഇറങ്ങി വന്ന് താക്കോല് വൈജയന്തിയുടെ കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ അലീന പറയുവാണ് ഞാൻ ഇവിടുന്ന് ഇനി പോകില്ല എന്ന്. അന്നേക്കും ദേഷ്യം വരുന്നു വൈജയന്തിക്ക്. വൈജയന്തി പറയുവാണ് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ എനിക്കറിയാം, ഇനി ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്നൊക്കെ വിളിച്ചു പറയുമ്പം ബാലേന്ദ്രൻ മുകളിൽ നിന്ന് പറയുന്നുണ്ട് നിൻ്റെ ആ പേര് നിൻ്റെ വീട്ടിലെ പട്ടിക്ക് ഞാൻ പണ്ടേ ഇട്ടതാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യം രാജീവനെ വിളിച്ചു പറയുന്നു. അന്നേരം രാജീവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, ഇനി
ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാമെന്ന്. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട് രാജീവൻ, ഇത് ഒരു നടക്കൊന്നും പോകില്ല എന്ന് നീ പറഞ്ഞ നേരാണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് രാജീവൻ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വൈജയന്തി വീണ്ടും അലീനെ വഴക്ക് പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട്, ഞാൻ കാല് പിടിക്കാം, ഈശ്വരനെ വിചാരിച്ച് എന്നോട് ഇവിടുന്ന് പോകാൻ പറയല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കാര്യമ്പോൾ ഒരൊറ്റ എണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് തല്ലാൻ ചെല്ലുക. അന്നേരം അവളെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് പറയുന്നു. അകപ്പാടെ കേട്ടിട്ട് തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു മൂളക്കം മാത്രമേ ഉള്ളൂ. അത്രയും നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ടും കാണിച്ചത്.